ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6th സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടോ നോക്കുന്നത്. അതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ ആയ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ നമുക്കിന്ന് നോക്കട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ വയലാർ രാമവർമ്മയുടെ ഒരു കവിതയുടെ ഒരു ഭാഗമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഭൂമി സനാഥയാണെന്ന് പറഞ്ഞ ഒരു കവിതയിലെ ഭാഗമാണ്. എന്താണ് വരികൾ നിന്ന് നോക്കാം. സൂര്യനിൽ നിന്നൊരു ചുടുതി കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരി ചൂടിയ ഭൂമി. ഇത് നമ്മുടെ വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ള ഭൂമി സനാഥയാണ് എന്നുള്ള കവിതയിലെ വരികളാണ് കേട്ടോ. സൂര്യനിൽ നിന്ന് അടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്തു മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ ഭൂമി. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ്. എന്താ ഇവിടെ പറഞ്ഞത്? അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാല് സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണെന്നാണ്. ഭൂമിയുടെ ആകൃതി, ചലനങ്ങൾ, മറ്റ് സവിശേഷതകൾ എന്നിവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇനി ബഹിരാകാശത്തു നിന്നും എടുത്ത ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായ ആകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗോളാകൃതി തന്നെയാണോ ഭൂമിക്കുള്ളത്? ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി ജിയോയിഡ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഭൂമിയുടെ ആകൃതി ജിയോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജിയോയിഡ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഹെഡിംഗ് ആണ് അക്ഷാംശ രേഖകൾ, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ എന്താണ് ഈ അക്ഷാംശ രേഖകൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഭൂകേന്ദ്രം ആധാരമാക്കി, ഭൂമിയുടെ കേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും, ഭൂമധ്യരേഖ നമുക്കറിയാം എന്താണ്, ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി തിരിക്കുന്നതാണ് ഭൂമധ്യരേഖ. അപ്പൊ ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രസ്താവനയായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താണ്, ഒരേ കോണീയ അകലത്തിൽ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിത്രം നിരീക്ഷിച്ചാല് 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലുപ്പമുള്ളതെന്ന് കണ്ടെത്തിയില്ലേ? ഇതാണ് ഭൂമധ്യരേഖ, ഇക്വേറ്റർ എന്ന് പറയും കേട്ടോ. അപ്പൊ ഭൂമധ്യരേഖയാണ് 0 ഡിഗ്രിയിലുള്ളത്. അപ്പൊ ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമാണോ? ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാം. അപ്പൊ എന്താണ്, ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും പോകുന്തോറും എന്താണ്, അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ കുറഞ്ഞു വരാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് പ്രസ്താവനയായിട്ട് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, മനസ്സിലാക്കട്ടോ. ഇനി ഇവിടെ അക്ഷാംശ രേഖകൾ വരച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്, ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള മുകളിലുള്ള ഭാഗം, ആ മുകളിലുള്ള അർദ്ധഗോളം എന്താണ്, ഉത്തരാർദ്ധഗോളം എന്നും തെക്ക് ഭാഗത്തുള്ള താഴെയുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ, രണ്ട് അർദ്ധഗോളങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ. അപ്പോ ഇത് ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഓരോന്ന് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇനി രണ്ട് അർദ്ധഗോളങ്ങളുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് തെക്കേ അമേരിക്കയും ആഫ്രിക്കയും കേട്ടോ. ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യട്ടോ. ഉത്തരാർദ്ധഗോളത്തിൽ ഉള്ള ഭൂഖണ്ഡങ്ങൾ ഏതാണ്? വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പൊ രണ്ട് അർദ്ധഗോളങ്ങളുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് തെക്കേ അമേരിക്കയും ആഫ്രിക്കയും.
ഭൂമധ്യരേഖയിൽ അല്ലെങ്കിൽ 0 ഡിഗ്രി അക്ഷാംശ വൃത്തത്തിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നില്ലേ? അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയാണെന്ത് ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അപ്പൊ ഭൂമധ്യരേഖയിൽ നിന്ന് എന്താണ് വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്കും അതുപോലെ 90 ഡിഗ്രി തെക്കുമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു 90 ഡിഗ്രി വടക്കുള്ള 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങളെ ഉത്തര അക്ഷാംശങ്ങൾ എന്നും ഉത്തരാർദ്ധഗോളത്തിൽ കാണപ്പെടുന്ന അക്ഷാംശ രേഖകളെ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ കാണപ്പെടുന്ന അക്ഷാംശ രേഖകളെ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇനി ഇവിടെ രണ്ട് ഗോളങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിലും ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നിരീക്ഷിക്കും. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് കേട്ടോ. അതായത് ഗോളത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഡാർക്ക് ലൈൻ ആണ് കേട്ടോ. ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ടായിട്ട് സങ്കല്പിക്കുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. നമുക്ക് ഭ്രമണവും പരിക്രമണവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് 23.5 ചരിവുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അച്ചുതണ്ട് എന്നാ നേർരേഖയിലല്ല, അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ പരിക്രമണവും ഭ്രമണവും ഒക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് പറയാം. അപ്പൊ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് 23.5 ചരിവുണ്ട്. അപ്പൊ എന്തായിരുന്നു ഭ്രമണം എന്ന് പറഞ്ഞാല്? ഭൂമി അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനാണ് ഭ്രമണം എന്ന് പറയുന്നത്. എന്നാൽ പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിനാണ് പരിക്രമണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് 23.5 ചരിവുണ്ട്. അപ്പോ ഈ ഒരു ചിത്രം നിരീക്ഷിച്ച് അച്ചുതണ്ടിന്റെ ചരിവ് തിരിച്ചറിയൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആർട്ടിക് വൃത്തം, അതുപോലെ എന്താണ് അത് താഴെയായിട്ട് ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, അതിന് താഴെയായിട്ട് ദക്ഷിണായന രേഖ, പിന്നെന്താണ് ഏറ്റവും തെക്കായിട്ട് അന്റാർട്ടിക് വൃത്തം. അപ്പൊ മുകളിലുള്ളത് ആർട്ടിക് വൃത്താണ്, താഴെ തെക്കുള്ളത് അന്റാർട്ടിക് വൃത്താണ് കേട്ടോ. അതുപോലെ തന്നെ 90 ഡിഗ്രി 66.5 വടക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 23.5 വടക്ക്, പിന്നെ 0 ഡിഗ്രി, ഇതുപോലെ തന്നെ എന്താണ് താഴോട്ട് തെക്കോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യട്ടോ. ഇനി ഇവിടെ തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിച്ച് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രധാന അക്ഷാംശ രേഖകളും ഡിഗ്രി അളവുമാണ്. അപ്പൊ ഭൂമധ്യരേഖ നമുക്കറിയാം 0 ഡിഗ്രി ആണ്. അതുപോലെ ഉത്തരായണ രേഖ നമുക്കറിയാം 23.5 വടക്കാണ് അല്ലെ. ദക്ഷിണായന രേഖ അതിന് ഓപ്പോസിറ്റ് 23.5 തെക്കാണ്. ആർട്ടിക് വൃത്തം 66.5 വടക്കാണ്. അതുപോലെ അന്റാർട്ടിക് വൃത്തം 66.5 തെക്കുമാണ് കേട്ടോ. അടുത്ത ഹെഡിംഗ് ആണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ കേട്ടോ. അപ്പൊ ഒരേ വലിപ്പത്തിലുള്ള വൃത്തങ്ങളാണിവ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? രേഖാംശ രേഖകളാണ് കേട്ടോ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും. അപ്പൊ എന്താണ് രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അതെന്താണ്? ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. അതുപോലെ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. അപ്പൊ 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും.
ഇനി ഇവിടെ ഒരു ബോളിൽ രേഖാംശ രേഖകൾ വരയ്ക്കാനായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവ നിരീക്ഷിക്കൂ. പ്രധാന രേഖാംശ രേഖകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ഗ്ലോബ് നിരീക്ഷിച്ച് ഈ രേഖകളെ തിരിച്ചറിയൂ. ഇവയുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ് 0 ഡിഗ്രി രേഖാംശയാണ് റെഡ് ലൈൻ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ 180 ഡിഗ്രി രേഖാംശ രേഖയാണ് റെഡ് ലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറീഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പൊ 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറീഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപത്തുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പേരുണ്ട്, പ്രൈം മെറീഡിയൻ എന്നും അതുപോലെ ഗ്രീനിച്ച് രേഖ എന്നും അറിയപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കട്ടോ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണെന്ത്? 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ ആധാരമാക്കിയാണ് എന്ത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അപ്പൊ 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറീഡിയൻ എന്നും അതുപോലെ ഗ്രീനിച്ച് രേഖ എന്നും അറിയപ്പെടുന്നു. അതുപോലെ എന്താണ്? 180 ഡിഗ്രി രേഖാംശ രേഖയെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അപ്പൊ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം ഒരേ രാജ്യത്ത് രണ്ട് തീയതികൾ ഒഴിവാക്കാനായിട്ടാണ്. അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു രാജ്യത്തിന്റെയോ ഒരു ദ്വീപ സമൂഹത്തിന്റെയോ ഒക്കെ മധ്യഭാഗത്തു കൂടി നേർരേഖയിൽ കടന്നു പോവുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരേ സമയം ആ രാജ്യത്തിന്റെ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് ഡേറ്റ് ആവാനും സാധ്യതയുണ്ട്. അതായത് ഒരു ഭാഗത്ത് തിങ്കളാഴ്ച ആണെങ്കിൽ മറുഭാഗത്ത് ചൊവ്വാഴ്ചയാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി പ്രൈം മെറീഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളം എന്നും അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായിട്ട് തിരിക്കാം. പ്രൈം മെറീഡിയനെ ആധാരമാക്കി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂമധ്യരേഖയെ സ്ഥാനമാക്കുന്നതാണ് ഉത്തരാർദ്ധഗോളം അതുപോലെ ദക്ഷിണാർദ്ധഗോളം നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ് പ്രൈം മെറീഡിയൻ, അതായത് എന്താണ് 0 ഡിഗ്രി രേഖാംശ രേഖയാണ് പ്രൈം മെറീഡിയൻ. ഇതിനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളം എന്നും പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങൾ എന്താണ്? കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങളും എന്ന് വിളിക്കുന്നു. അപ്പൊ ഗ്രീനിച്ച് എന്തായിരുന്നു? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. അതപ്പോ ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങളും എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ ചിത്രം നിരീക്ഷിക്കൂ. പടിഞ്ഞാറ് അർദ്ധഗോളവും കിഴക്കേ അർദ്ധഗോളവും തിരിച്ചറിയൂ. ചുവടെ നൽകിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ അർദ്ധഗോളത്തിലാണെന്ന് സ്ഥിതി ചെയ്യുന്നത് ഗ്ലോബിന്റെ സഹായത്തോടെ കണ്ടെത്തി രാജ്യങ്ങളുടെ നേരെ രേഖപ്പെടുത്തൂ. ഏതൊക്കെ തന്നിട്ടുള്ളത്? ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ബ്രസീൽ, ഇന്തോനേഷ്യ. ഇവയൊക്കെ ഏത് അർദ്ധഗോളത്തിലാണെന്ന് എഴുതാനായിട്ടാട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്ത്യ കിഴക്കൻ അർദ്ധഗോളാണ്, അമേരിക്കൻ ഐക്യനാടുകൾ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണ് കേട്ടോ, ബ്രസീല് പടിഞ്ഞാറൻ അർദ്ധഗോളാണ്, അതുപോലെ ഇന്തോനേഷ്യ കിഴക്കൻ അർദ്ധഗോളത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ട് ആക്കിടാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.